didn't even get to cross. ഹലോ ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വിലയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മളാണ് നല്ലൊരു CS റാങ്കഡ് മാച്ച് ഗെയിമിലാണ് ഗൈസ്. നേരെ ഇപ്പോൾ എവിടെ ഫസ്റ്റ് ഇറങ്ങി നമ്മൾ പീക്കിലാണ് ഗൈസ്. നമ്മൾ എന്തായാലും ഫസ്റ്റ് മറ്റേ എല്ലാ ഡബിൾ ഗണ്ണിനെക്കാട്ടി തന്നെയാണ് ഇത് തന്നെയാണ് ഗൈസ്. G80 എടുത്ത് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒന്നും വലുതായിട്ട് എനിമിയൊന്നും കാണുന്നില്ല ഗൈസ്. പിന്നെ ഇത് സാധാ CS ആണെങ്കിലും ഞാൻ CS റാങ്കഡ് ആണെങ്കിൽ ഞാൻ വലിയ റാങ്കിലൊന്നും അല്ല ഗൈസ്. റാങ്ക് കുറവാണ് എൻ്റെ. ഡയമണ്ട് 2 ഞാൻ BR കളിക്കുന്നുള്ളൂ ഗൈസ്. BR ആണ് കൂടുതൽ കളിക്കുന്നത്. അതുകൊണ്ട് വലിയ എനിമീസും ഒന്നുമല്ല ഗൈസ്. വലിയ എനിമീസൊന്നുമല്ല. ഇത് എനിക്ക് CS റാങ്കഡ് കളിക്കുന്ന വലിയ ഇഷ്ടമല്ല. ഞാൻ CS റാങ്കഡ് അങ്ങനെ കളിക്കത്തില്ല, കാരണം കില്ല് കിട്ടത്തില്ല ഗൈസ് നമുക്ക്. അതാണ് മെയിനായിട്ട് പ്രശ്നം. അതുകൊണ്ട് ഈ ഡബിൾ ഗൺ എന്തോ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ സമ്മാനം ഇട്ട് അതൊക്കെ കൊടുക്കുന്നത് പണിയുണ്ട്. നമ്മുടെ കില്ലൊക്കെ ഇഷ്ടമുണ്ടോ ഷൂട്ട് കൊടുത്ത കില്ല് വെച്ചാൽ വാൾ ടോസ്റ്റ് ചെയ്ത് ഒക്കെയാണ് പ്രശ്നം. ഞാൻ ഇതാ CS കളിക്കാത്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ ചെന്നപ്പോൾ അവിടെ മില്ലിലാണ് കേസ് ഇറങ്ങിയത്. മില്ലിൽ ചെന്ന് ഞാൻ ഈ റൗണ്ടാണെങ്കിൽ UMP എന്ന് തോന്നുന്നു. UMP ഇല്ല എടാന്ന് UMPയും പിന്നെ എന്തുവാ ഒരു 2 മഷ്റൂമും മറ്റേ ഓറിയോണിനെ മഷ്റൂം എടുത്ത് വീണ്ടും വാങ്ങി നോക്കിയുടെ പോണ കേസ്. പിന്നെ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മിന്നിച്ചേക്കണേ. നേരെ കണ്ട് ഇവിടുന്ന് ഇത് തുറന്ന കേസ്. എന്നിട്ട് CS റാങ്കഡ് അല്ലെന്ന് തോന്നുന്നു. എനിക്ക് സാധാ CS റാങ്കഡ് ആണെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ. എൻ്റെ ഓണർ സ്കോർ കുറവായി. ഞാൻ ബഗ്സ് ആണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ഹൈഡ് പ്ലേസ് ചെയ്യുമ്പോൾ ഓരോ കളി കളിച്ച് ബാക്ക് അടിക്കുമ്പോൾ ഓണർ സ്കോർ കുറയും. സാധാ CS ആണെന്ന് ആണ്. സാധാ CS ഇല്ലെങ്കിൽ മറ്റൊരു സാധനം വരത്തില്ല ഇങ്ങനെ നോക്കാൻ. അതിപ്പോൾ ഉണ്ടോ? ഞാനിപ്പോൾ CS കളിക്കത്തില്ല. പിന്നെ ഏതോ യൂട്യൂബ് വീഡിയോ കണ്ടേ അത്. ഇവിടുന്ന് നമ്മൾ കാണാണ്ടോ നല്ല ഡാമേജ് കൊടുക്കും. പക്ഷേ അതൊക്കെ ഓസി കൊണ്ടുപോകും. ഇഷ്ടമുണ്ടോ കൊടുക്കാത്തൊരു ഓറിയോൺ. ഞാൻ ഓറിയോണിൽ വിട്ടേക്കണം. അതാണ് കേട്ടോ ഓസി. ഒരടിക്കൊക്കെ നമ്മളുടെ എന്ത് പറയാൻ എന്തും എടുക്കാനാ ഓസിന് വന്നിട്ട് അവന്മാരടിക്കുന്നതല്ലേ ഇവന്മാർക്ക് കൊള്ളത്തില്ല. അല്ലേ എനിക്കേ കൊള്ളുന്നു. നോക്കിയേ ഡാമേജ്. മറ്റേവനെന്ന് വെച്ചാൽ മറ്റേവനൊന്നും അടിക്കുന്നില്ല, അവനും കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചൊക്കെ ഞാൻ എനിമിയെ തപ്പി ഇറങ്ങി. എനിക്ക് നല്ല കില്ലെടുക്കണം. ഞാൻ ഒറ്റയ്ക്ക് പോയാലും വലുതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ ഇവന്മാരെല്ലാം ഒരുമിച്ചായിരിക്കും. എന്നാൽ ഞാൻ ഒരുമിച്ച് ചെല്ലുമ്പം അവന്മാരെല്ലാം ഒറ്റയായിട്ട് മാറിയായിരുന്നു. പ്രശ്നം ഒരുമിച്ച് ചെല്ലുമ്പോഴാണെങ്കിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ ഒരുമിച്ച് ചെന്നാലും കുഴപ്പമില്ല. പക്ഷേ ഗ്ലൂ ആളൊന്ന് 3 തികയത്തില്ല. ഈ 3 മറ്റേ 5 കിട്ടും. പക്ഷേ ചില സമയത്ത് ഏതോ ഇങ്ങനെ ചില സ്റ്റോറുകളില്ലേ മാറിയല്ലേ ഓരോ സ്റ്റോറുകൾ വരുന്നത്. ആ സ്റ്റോറിനകത്ത് ഉണ്ടാവും ഗൈസ്. ഇവിടുന്ന് ഞാനാണെങ്കിൽ ഇവനായിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. കിട്ടും. അതാണ്ട് ഇവനെ ഫുൾ ഡാമേജ്. അവൻ്റെ ഒടുക്കത്തൊരു ക്യാരക്ടറുണ്ട്. പക്ഷെ അവന് നോക്കാം ഇവനാ ലാസ്റ്റ്. ഞാൻ പിന്നെ കില്ലാങ് ഫിനിഷ് ചെയ്തു. 9-4 അവൻ്റെ കിട്ടിയത്. ഏറ്റവും വലിയ കാര്യമൊന്നുമില്ല. 9-4 എല്ലാവരും കളിക്കത്തില്ല. മാക്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ മാക്സ് ആക്കണം. പിന്നെ നമ്മളൊരു ട്രിക്ക് നമ്മൾ ബഗ്സ് ഹൈഡിങ് പ്ലേസ് കാണിച്ചില്ലായിരുന്നു ക്ലാഷ് കോഡി. ആ വീഡിയോ വരും കേസ്. ആ വീഡിയോ കാണിച്ചില്ലേ? ആ വീഡിയോയിൽ ഒരു സ്ഥലം കാണിച്ചില്ലേ കേസ്? ആ സ്ഥലത്ത് നമ്മുടെ ഒബ്സർവേറ്ററി ആ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇവിടെ കയറാൻ ഞാൻ നേരത്തെ കാണിച്ചത് അവിടെ ആയിരുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്ക് 3 ഗ്ലൂ ആളുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടയിലും കയറാം. ഞാൻ കാണിച്ചു തരാം കേസ്. കാരണം എന്താണ് തുറക്കാത്തത്? തുറന്നു അതെ. ആദ്യമേ തന്നെ ഇവിടുന്ന് ഇത് ഇച്ചിരി ഞാനാണെങ്കിൽ പെട്ടെന്ന് എനിമി അടിക്കുമെന്നുള്ള രീതിയിലാണ്ട് പെട്ടെന്നാണ് ചെയ്തത്. അതാ ഇങ്ങനെ ചാടി പോകുന്നു വീണു. ഇവിടെ നിന്ന് കയറിയിട്ട് ഇങ്ങനെ ഇവിടെ ചാടണം. എന്നിട്ട് ഈ ടീമേറ്റ് ഈ നാശം പിടിച്ച് ഈ ചെറുക്കൻ വന്ന് കയറി ഫ്രണ്ടിൽ കയറിയുന്നുണ്ട്. വീണ്ടും പോയി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചാടിക്കയറി. ഇവിടെ നേരെ അപ്പുറത്തോട്ട് കയറി. ഇവിടുന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ സ്കോപ്പ് ചെയ്ത് തന്നെ കയറണം. ഇല്ലെങ്കിൽ ഇതേപോലെ പോയി കിടക്കുന്നതാണ് സിമ്പിൾ. ഇതിൽ ചാടി കയറിയിട്ട് ഇവിടെ നിന്ന് കയറണം. ഒന്ന് സ്കോപ്പ് ചെയ്താൽ നല്ലതാണ്. ഇനി മുക്കും കുത്തി വീണാൽ ശരിയാവും. പിന്നെയാണ് ഇങ്ങനെ സ്കോപ്പ് ചെയ്ത് കയറി ചെല്ലണം കേസ്. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ചാടിയാൽ കേസ്. ഇവിടെ ചാടുമ്പോൾ കണ്ടോ ഇതേപോലെ അടിച്ചിടാൻ കേസ്. അതാണ് ഇവിടുത്തെ ഇങ്ങനെ ഈ മണ്ട ഇരിക്കുന്നുണ്ടല്ലോ ഇത്. പിന്നെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവനെ പൊക്കാൻ പോയി അത് ഓസല അവന്മാരും എൻ്റെ കില്ല് ഓസി കളിക്കുവാണ് കേസ്. കണ്ടോ അവന്മാരാണെങ്കിൽ ഒട്ടും ഡാമേജ് കൊടുക്കുന്നില്ല. പക്ഷെ എൻ്റെ കില്ല് നല്ല രീതിയിൽ ഓസുന്നുണ്ട്. എന്തുവാ മാർക്ക് എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ കില്ല് ഓസുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ കണ്ടോ ഡാമേജ് കൊടുക്കുക. കണ്ടോ ഇത്ര ഞാൻ കൊടുത്ത് ആ കില്ല് കിട്ടി. ഞാൻ നോക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തൊരു കില്ല് ഓസി. അത് ഞാൻ വോയിസ് ഓവർ എടുക്കാൻ പറഞ്ഞു. ഇവിടെ വെച്ച് നമ്മുടെ 3ാമത്തെ റൗണ്ട്. എനിക്ക് തോന്നുന്നു ഈ റൗണ്ട് കുഴപ്പമില്ല. 4 മുട്ടയ്ക്കാണ്ട് ഐസ് ഉണ്ട്. ഇങ്ങനെ കണ്ടോ സാധാ CS ആയിരുന്നു. ഡെസേർട്ട് ഞാനെടുത്ത് 9-4 മാക്സ് ആക്കി. പിന്നെ വെസ്റ്റ് ഹെൽമെറ്റ് എടുക്കുള്ളതിനോ വെസ്റ്റ് എടുക്കാൻ നോക്കി റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആരെങ്കിലും തന്നാലോ? തന്ന് സാരാടാ
ആ ഏതോ ഒരു ആൾ തന്നു, ആരാന്നറിയത്തില്ല. എനിക്ക് ഒന്ന് എൻ്റെ ബോധ്യം എന്താ വേണ്ട പറയണ്ട. എന്താണ്ട് ഈ അടുത്തേക്കുന്ന എൻ്റെ കൂട്ടുകാരനാണ് അവൻ തന്നെയാണ്, അവൻ തോന്നുന്നതാണ്. പിന്നെ നമ്മൾ നേരെ വെച്ച് പിടിച്ച് ഇവിടെ തൊട്ട് ഇവിടെ ഇനിമേലും കാണുമല്ലോ. ഞാൻ കണ്ട് ഇതിൻ്റെ മണ്ടേ കയറി കിടക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട, ശരിയാകത്തില്ല. നോക്കി വേണ്ട അവിടെ എനിമി ആദ്യത്തെ അടി തന്നെ ഓസി. പക്ഷെ നോക്കി പോകണ്ടേ, ഞാൻ ഈ ഇതറിയാൻ നോക്കിയാണ് അവൻ്റെ അല അടിച്ച് പൊട്ടിച്ച്. എന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ടീമേറ്റ് മിക്കവരും ഡൗൺ ആവുന്നു. എന്താണെന്ന് എനിക്കറിയുന്നില്ല. അവന്മാരെല്ലാം ഡൗൺ ആവുന്നു, നോക്കെടുക്കുന്നുണ്ട്, പക്ഷെ ഡൗൺ ആവുന്നുണ്ട്. അതിനടുത്ത് ലാസ്റ്റ് ഒരുത്തനെ അടിച്ച് എന്തേ കൊള്ളുന്നില്ല ആദ്യമേ, പിന്നെ കിട്ടി. ആ കളി പോയി അടിച്ച്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, खत्म, बाय बाय, टाटा, गुड बाय, गया.